പറവൂർ നഗരസഭ 5-ാം വാർഡിലെ മാലിന്യ കൂമ്പാരം ന്യൂസ് 1 ചാനൽ വാർത്തയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യ എം ഇളയിടം മുൻകൈയെടുത്ത് മാലിന്യം നീക്കം ചെയ്തു. ഈ വിഷയത്തിൽ വാർഡ് വികസന സമിതി ചെയർമാൻ ബിജോയ് സ്രാമ്പിക്കൽ പ്രതികരിക്കുന്നു. ഇന്ന് ഒരു വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായത് ചെറിയൊരു അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം പറവൂർ നഗരസഭയ്ക്ക് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് മികച്ച മാലിന്യ വിമുക്ത നഗരം എന്ന അവാർഡ് നമുക്ക് ലഭിച്ചു. ഈ അവാർഡ് ലഭിച്ചതിൻ്റെ പിന്നിൽ നമ്മൾ പല കാര്യങ്ങളും അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പറവൂർ നഗരസഭ തന്നെ വലിയൊരു മാലിന്യ കൂമ്പാരമായിട്ട് മാറി. നഗരസഭ ഓഫീസിന് മുകളിലെ ആ വലിയ ഹാള് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നഗരസഭ 1-ാം വാർഡിലെ കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ അവാർഡ് കിട്ടിയ ഉടനെ തന്നെ പല ചാനലുകൾക്കും പത്രങ്ങൾക്കും അദ്ദേഹം വാർത്ത കൊടുത്തു. അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും എല്ലാം മാലിന്യ കൂമ്പാരമാണ്. എന്തിനേറെ ഏതാണ്ട് 6 വർഷം പഴക്കമുള്ള ട്യൂബ് ലൈറ്റുകൾ പറവൂർ മുനിസിപ്പൽ ഓഫീസിന് എതിർവശത്തെ പാർക്കിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. പലതവണ നമ്മൾ പരാതി കൊടുത്തിട്ടും നടപടിയില്ല. പറവൂർ നഗരസഭ 5-ാം വാർഡ് വികസന സമിതി ചെയർമാൻ എന്ന നിലയിൽ വാർഡിലെ ജനങ്ങളുടെ കൂട്ടായ്മക്കായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ വാർഡിലെ എല്ലാ പ്രശ്നങ്ങളും ആ വാർഡിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ പുറകിൽ ആദ്യത്തെ ഇടവഴിയിൽ അവിടെ വാഷ് ബേസിന് പൊട്ടിക്കിടക്കുന്നു. ആരോ അലമാരയുടെ ചില്ല് പൊട്ടിയതാക്കി കൊണ്ടുവന്നിട്ടേക്കുന്നു. 2, സംസം ഹോട്ടലിന് എതിർവശത്ത് പഴയ ഒരു വാച്ച് കമ്പനിയുടെ മുന്നിൽ കൂമ്പാരമായിട്ട് 6 മാസക്കാലമായി മാറ്റാതെ കൂമ്പാരമായിട്ട് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. അവിടെ പൂച്ച ചത്ത് ചീഞ്ഞ് അഴുകി കിടക്കുന്നു. അതിൽ കൂടി പോകാൻ പറ്റാത്ത രീതിയിൽ നാറ്റം കൊണ്ട് ദുസ്സഹമായി. മറ്റൊന്ന്, നമ്മുടെ ലക്ഷ്മി കോളേജിന് എതിർവശത്തുള്ള ഇടവഴിയിൽ പല സ്ഥലത്തായിട്ട് മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറവൂർ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം നോക്കാം, പരിശോധിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ന്യൂസ് 1 ചാനൽ അതിൻ്റെ ക്യാമറമാൻ മനു വിനായനെ വിളിച്ചു. ഈ സംഭവം പറഞ്ഞു. അദ്ദേഹം വന്ന് വീഡിയോ പകർത്തി. ഇത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ഏത് ചാനലാണ് എന്ന് പരിശോധിച്ചു. ന്യൂസ് 1 ചാനലാണ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഹെൽത്തിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാൾ എന്നെ വിളിച്ചു. ഒന്ന് നഗരസഭ വരെ മന്നം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞു, ഇത് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ വന്ന് ധന്യ എം ഇളവിടം എന്ന് പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറുമായി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ദയവ് ചെയ്ത് വാർത്ത ചാനലിൽ കൊടുക്കരുത്, ഞങ്ങൾ ഉടൻ തന്നെ അത് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചാനലിലെ ആൾക്കാർ വന്നു ആ വാർത്ത എടുത്തുകൊണ്ട് പോയി, ഇനി നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളത് മാറ്റിയിട്ട് നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. മാത്രമല്ല, പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ വീണ ശശിധരൻ ഇരിക്കുന്ന അവരുടെ ഓഫീസിൻ്റെ ജനലിന് സമീപം ആല് മുളച്ചിടക്കുക, വലിയൊരു ആല് മതിലിനോട് ചേർന്ന് പറ്റിപ്പിടിച്ച് വളർന്നിടക്കുക, അതൊന്ന് നീക്കം ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ പറവൂർ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ മാലിന്യ കൂമ്പാരമാണ്. അതിനുള്ളിൽ കയറാൻ പുതിയ MLAയുടെ പുതിയ ബ്ലോക്കിന് പുറകിൽ 2 ആൾ പൊക്കത്തിൽ കാട് പിടിച്ചടക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ ധന്യമായിട്ട് സംസാരിച്ച സമയത്ത് ധന്യ എനിക്ക് തന്ന ഉറപ്പ്, മാഡം പറഞ്ഞ ഉറപ്പ്, എത്രയും വേഗം ഈ മാലിന്യം നീക്കം ചെയ്യാമെന്നാണ്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയട്ടെ, ഈ ചാനലിൽ വന്നു അതിൻ്റെ ക്ലിപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയപ്പോൾ തന്നെ പിറ്റേ ദിവസം ജീവനക്കാരെത്തി ഈ മാലിന്യങ്ങൾ മുഴുവനും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ആ കൊണ്ടുപോയത് സംസം ഹോട്ടലിന് എതിർവശത്തുള്ള ആ മാലിന്യ കൂമ്പാരം മാത്രം കൊണ്ടുപോയിട്ടുള്ളൂ. ഇനിയും പല സ്ഥലത്ത് മാലിന്യ കൂമ്പാരം കൊണ്ടുപോകാനുണ്ട്. അതുകൂടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് 1 ചാനലിൽ ഇന്നലെ വന്ന വാർത്ത, അത് ജനങ്ങളുടെ പരാതി നഗരസഭയുടെ മുന്നിലെത്തിക്കുകയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അത് കണ്ടറിഞ്ഞ് തക്ക സമയത്ത് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കിയ
ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോടും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥയായിട്ടുള്ള ധന്യ എം ഇളവിടത്തിനോടും ന്യൂസ് ചാനലിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു.